നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതപരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 120 പേർ മരിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നടന്ന പരിപാടിയിൽ അനുവദിച്ചതിലും അധികം പേർ പങ്കെടുത്തെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഹത്രാസിലെ സിക്കന്ദർ സറാവുവിലെ പാടത്താണ് പരിപാടി നടന്നത്. താൽക്കാലിക പന്തൽ കെട്ടിയാണ് ഭോലെ ബാബ എന്ന് വിളിക്കുന്ന സക്കർ വിശ്വഹരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രാർത്ഥനാ പരിപാടി നടന്നത്. അപകടം നടന്ന സ്ഥലത്ത് ആളുകളുടെ ചെരുപ്പുകൾ, ബാഗുകൾ അടക്കം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചവർ ഏറെയും. ദുരന്തത്തിന് പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ഭോലെ ബാബ ഒളിവിൽ പോയെന്നാണ് വിവരം. ഇയാളെ കണ്ടെത്താനായി അന്വേഷണം തുടരുകയാണ്. മണിപ്പൂരി ജില്ലയിലെ റാം കതിർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ പോലീസ് ഇയാൾക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കനത്ത ചൂടിൽ കുഴഞ്ഞു വീണാണ് പലരും മരിച്ചത്. ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്ന് പുറത്തു കടക്കാൻ ആളുകൾ ശ്രമിച്ചതോടെ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. സത്സംഗത്തിനിടയിൽ ഭക്തരായ ജനങ്ങൾ ബാബയുടെ പാദത്തിലെ മണ്ണെടുത്തു പോകുന്നതിനിടയിലാണ് പൊടുന്നനെ തിക്കും തിരക്കും ഉണ്ടായത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അപകട സ്ഥലം സന്ദർശിച്ചേക്കും. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അനുശോചിച്ചു. ദുരന്ത വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ തന്റെ പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാർ സംസ്ഥാനവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. സംഭവത്തിന് പിന്നാലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് 1 വർഷം മുൻപ് ഇതേ സത്സംഗ് വേദിയിൽ സന്ദർശിച്ച് നടത്തിയ പഴയ ട്വീറ്റ് വൈറലായി പ്രചരിക്കുന്നു. നാരായൺ സാഗർ ഹരി എന്നേക്കുമായി പ്രകീർത്തിക്കപ്പെട്ടേക്കും എന്ന് അഖിലേഷ് യാദവിന്റെ പഴയ ട്വീറ്റ് അറം പറ്റിയതുപോലെയുള്ള വാക്കുകളായി മാറി. ഭോലെ ബാബ എന്ന് വിളിക്കുന്ന നാരായൺ സാഗർ ഹരിയുടെ സത്സംഗ് വേദിയിൽ 2023 ജനുവരി 3 നടത്തിയ സന്ദർശനത്തിന് ശേഷമായിരുന്നു അഖിലേഷ് യാദവ് ട്വീറ്റ് അന്ന് എക്സിൽ പങ്കുവച്ചത്. അന്ന് സത്സംഗ് വേദി സന്ദർശിച്ച അഖിലേഷ് യാദവ് ഭോലെ ബാബയെ പുകഴ്ത്തി പ്രസംഗിച്ചിരുന്നു. അതിനുശേഷമാണ് ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തി ട്വീറ്റ് പങ്കുവച്ചത്. ഹത്രാസിലെ അപകടം വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്നും പരിശോധിക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.